ഓട്ടുവഴി യാത്ര തുടരുകയാണ്. തിരുവനന്തപുരം കഴക്കൂട്ടം മാർക്കറ്റ് ജംഗ്ഷനിൽ നിന്നുള്ള വിശേഷങ്ങൾ കാണാം. മിടവൺ വോട്ട് വഴി ഇപ്പോൾ എത്തി നിൽക്കുന്നത് തിരുവനന്തപുരം ലോക്സഭാ മണ്ഡലത്തിലെ കഴക്കൂട്ടത്താണ്. കഴക്കൂട്ടത്തെ വോട്ടർമാർക്ക് ഈ തെരഞ്ഞെടുപ്പിൽ എന്താണ് പറയാനുള്ളത് എന്ന് നോക്കാം. ഇവിടെ വലിയൊരു ശക്തമായ ത്രികോണ മത്സരം തന്നെയാണല്ലോ ഇവിടെ നടക്കുന്നത്. ആര് ജയിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്? തീർച്ചയായിട്ടും കേരളത്തിൻ്റെ അകത്ത് മതനിരപേക്ഷതയെ കാത്തുസൂക്ഷിക്കുവാനും നവോത്ഥാന മൂല്യങ്ങളെ ഉയർത്തിക്കാട്ടാനും വികസനത്തിന് വോട്ടെന്നുള്ള ഇടതുപക്ഷത്തിൻ്റെ ഇതനുസരിച്ച് സഖാവ് സി ദിവാകരൻ 25,000-ൽ പരം വോട്ടിന് വിജയിക്കുമെന്നുള്ളതിൽ യാതൊരുവിധ സംശയം. കഴക്കൂട്ടം മണ്ഡലത്തിൽ ലീഡ് ചെയ്യുമെന്നുള്ളതാണ്. 25,000 വോട്ടിൽ കൂടുതൽ സി ദിവാകരൻ കഴക്കൂട്ടം മണ്ഡലത്തിൽ ലീഡ് ചെയ്യും. അങ്ങനെ, അതായത് മണ്ഡലാടിസ്ഥാനത്തിൽ ഇപ്പൊ കഴക്കൂട്ടം മണ്ഡലം എന്ന് പറയുന്നത് കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ BJP വലിയ ലീഡ് നേടിയ ഒരു മണ്ഡലമാണ്. അതിപ്പം മാറുമെന്നാണോ? അതോ ചോദിച്ചത് തിരുവനന്തപുരം ലോക്സഭാ മണ്ഡലം ആര് നേടും? സി ദിവാകരൻ സംശയമില്ല. അങ്ങനെയാണോ? പക്ഷേ അങ്ങനെയല്ലല്ലോ, ശക്തമായ ഒരു ത്രികോണ മത്സരം നടക്കുന്നില്ലേ? കേരളത്തിലെ സംസ്ഥാന ഗവൺമെന്റിന്റെ 1000 ദിവസത്തെ വികസന പ്രവർത്തനങ്ങൾക്ക് ഒരു വോട്ട്. അതാണ് കേന്ദ്രത്തിലേക്ക് ഒരു ഇടതുപക്ഷ അല്ലെങ്കിൽ ഒരു മതേതര ഗവൺമെന്റ് ഉണ്ടാവണം. അതിനുവേണ്ടിയാണ് ഒരു വോട്ട് ഞങ്ങൾ. അല്ല, ഈ കഴിഞ്ഞ തവണ 3ാം സ്ഥാനത്തായിരുന്നു LDF. ജനങ്ങളുടെ ഇടയിലെ എന്ന് പറഞ്ഞാൽ പോലെ ആ സമയത്തെ വോട്ടിന്റെ പെർസെന്റേജ് ഒന്നും എടുക്കണം, മനസ്സിലായില്ലേ? ആ സമയത്ത് ജനങ്ങളുടെ ഇടയിൽ ഒരു തെറ്റിദ്ധാരണയൊക്കെ എല്ലാം ഉണ്ടായിരുന്നല്ലോ. പേയ്മെന്റ് സീറ്റാണെന്നൊക്കെ ഉള്ള തെറ്റിദ്ധാരണ ഉണ്ടായിരുന്നല്ലോ. സി ദിവാകരനെ സംബന്ധിച്ചിടത്തോളം 50 വർഷമായി തിരുവനന്തപുരത്ത് രാഷ്ട്രീയ പ്രവർത്തനം നടത്തുന്ന ഒരാളാണ്. സാധാരണ ജനങ്ങളുടെ ഇടയിൽ ജീവിക്കുന്ന ഒരാളാണ്. മന്ത്രിയായി MLA ആയി രാഷ്ട്രീയ പ്രവർത്തനം നടത്തി ജനങ്ങളുടെ ഇടയിൽ വലിയ ഈ മണ്ഡലത്തിലെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് വെച്ചാൽ ദിവാകരൻ തിരുവനന്തപുരത്തുകാരനാണ്. ബാക്കിയുള്ള രണ്ടുപേരും തിരുവനന്തപുരത്തുകാരല്ല. എങ്ങനെയാണ് ചേട്ടാ, എന്താണ് പ്രതീക്ഷിക്കുന്നത് ഈ തെരഞ്ഞെടുപ്പിൽ? NDAക്ക് വോട്ട് കിട്ടുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. കാരണം അത്രയും വികസന പ്രവർത്തനങ്ങൾ NDA ഒക്കെ ഇന്ത്യയിൽ ചെയ്തിരിക്കുന്നത്. നരേന്ദ്രമോദി സർക്കാരിന്റെ കീഴിൽ ശക്തമായിട്ട് കുമ്മനം ജയിക്കും. അങ്ങനെ ലോക്സഭയിലേക്ക് BJPക്ക് അക്കൗണ്ട് മാത്രമല്ല, നല്ല രീതിയിൽ അക്കൗണ്ട് ഇവിടെ വരുമെന്നാണ്. ഭയങ്കര ത്രികോണ മത്സരമാണല്ലോ ഇപ്പം. എങ്ങനെയാണെങ്കിലും ശശി തരൂരാണെങ്കിലും കുമ്മനമാണെങ്കിലും സി ദിവാകരനാണെങ്കിലും ഭയങ്കര ഇഞ്ചോടിഞ്ച് പോരാട്ടമാണ്. അതിൽ എങ്ങനെ ജയിക്കാനാകുമെന്നാണ് NDAയുടെ ഒരു പ്രതീക്ഷ. ഒന്നാമത് നമ്മളെ തിരുവനന്തപുരത്ത് ശബരിമല ഇഷ്യൂ നല്ല രീതിയിൽ ഇവിടെ വേരോടിയിട്ടുണ്ട്. ശബരിമല അത് നമ്മൾ അത്ര രീതിയിലാണ് അവർ ദ്രോഹിച്ചത്. ഇടതുപക്ഷ ഗവൺമെൻറ് അവർ സമൂഹത്തെ മൊത്തം ദ്രോഹിച്ചത് ആ രീതിയിലാണ്. ഇന്നലെ പോലും കാട്ടാക്കടയിൽ ഒരു ഇഷ്യൂ നടന്നു. കാട്ടാക്കട ക്ഷേത്രത്തിലൊരു ഫ്യൂസ് വരുന്ന ഒരു സംഭവം ഇന്നലെ നടന്നു. അപ്പം അങ്ങനെ നമ്മൾ പൂർണ്ണമായി ഒരു ഹിന്ദുവിരുദ്ധ, തുറന്നു പറഞ്ഞാൽ ഒരു ഹിന്ദുവിരുദ്ധ നിലപാടാണ്. ഒരു ഗവൺമെൻറ്റിൻ്റെ ചെയ്തികൾ ഏത് സമയത്തും ഗവൺമെൻറ് നടപ്പിലാക്കിയിട്ടുള്ള പല കാര്യങ്ങളും തെരഞ്ഞെടുപ്പിൽ വിഷയമാവും. ആ ഗവൺമെൻറ് തന്നെ പറയാൻ പാടില്ല എന്ന് പറയുന്നു. അത് തന്നെ ഗവൺമെൻറ് ഭയമാണ്. മറ്റൊരു കാര്യം വന്നാൽ തിരുവനന്തപുരം ജില്ലയിൽ BJPക്ക് ഏറ്റവും ശക്തമായ ഒരു മണ്ഡലമാണ്. കഴിഞ്ഞ പ്രാവശ്യം ശ്രീ O രാജഗോപാൽ 2ാം സ്ഥാനത്ത് വെറും 15,000 വോട്ടിനാണ് അദ്ദേഹം പരാജയപ്പെട്ടത്. മാറുന്ന മാത്രമല്ല, ഞങ്ങൾക്കൊന്നേ പറയാനുള്ളൂ, ഇപ്രാവശ്യമെങ്കിലും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ വോട്ട് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ തന്നെ ചെയ്യണമെന്നാണ് ഞങ്ങളുടെ അഭിപ്രായം. ശബരിമല വിഷയം BJPക്ക് അനുകൂലമായ രീതിയിൽ വോട്ട് ചെയ്യില്ല. സർക്കാർ എന്ത് നിലപാട് സ്വീകരിച്ചത്? സുപ്രീം കോടതിയുടെ വിധി നടപ്പാക്കുകയാണ് ചെയ്തത്. അവിടെ കുമ്മനം രാജശേഖരനാണ് കേരളത്തിലെ മുഖ്യമന്ത്രിയെങ്കിലും ഇന്ത്യയുടെ കാരോട് ബൈപ്പാസ് റോഡിന്റെ നിർമ്മാണം കഴക്കൂട്ടത്ത് നിന്ന് ആരംഭിക്കുന്നു. 3 കിലോമീറ്റർ വീതിയുള്ള മേൽപ്പാല നിർമ്മാണം. വ്യാജ സത്യവാങ്മൂലം കൊടുത്തിട്ട് ഇവിടെ വർഗീയ ചേരിയൂർ ഉണ്ടാക്കിയാണ് വർഗീയ ഭരണമാണ്. കഴക്കൂട്ടത്തുകാർക്ക് ഇന്ന് പ്രത്യക്ഷത്തിൽ കാണാൻ പറ്റുന്ന ഒരു വികസനം കഴക്കൂട്ടത്തിന്റെ മേൽപ്പാല നിർമ്മാണം, കാരോട് ബൈപ്പാസ് പാലം, കഴക്കൂട്ടത്ത് നിന്ന് ആരംഭിക്കുന്ന 4 വരി പാത വികസനമാണ് ഞങ്ങൾ ഉയർത്തി കാണിക്കുന്നത്. കഴക്കൂട്ടം മണ്ഡലം ഇന്നേ വരെ കണ്ടിട്ടില്ലാത്ത തരത്തിലുള്ള വികസന പ്രവർത്തനമാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. നിങ്ങൾ ഈ തൊട്ടടുത്ത് കാണുന്ന ഈ ഗവൺമെന്റ് കഴക്കൂട്ട ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ പരിസരം, കുളത്തൂർ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി, ഇവർ വിശ്വാസികൾക്കെതിരെന്ന് പറയുന്ന ഇടതുപക്ഷം ഇവിടുത്തെ കഴക്കൂട്ട മഹാദേവ ക്ഷേത്രം, കുളത്തൂർ കോലത്തുകര മഹാദേവ ക്ഷേത്രം, ശ്രീകാര്യത്ത് മുഴുവൻ വികസനത്തിന് വോട്ടെന്നുള്ള രീതിയിലാണ്. തീർച്ചയായും ഈ വോട്ടർമാരുടെ ആവേശം കണ്ടാലറിയാം തിരുവനന്തപുരം മണ്ഡലം എത്രത്തോളം ശക്തമായ ഒരു മത്സരമാണ് ഇത്തവണ കാഴ്ചവെക്കുന്നത്, എത്രത്തോളം ശക്തമായ ഒരു മത്സരത്തിലേക്കാണ് പോകുന്നത് എന്ന്. എന്നാലും കഴക്കൂട്ടത്തു നിന്നും വോട്ട് വഴി യാത്ര തുടങ്ങുകയാണ് അടുത്തൊരു മണ്ഡലം ലക്ഷ്യമാക്കി.